ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം. അപ്പോൾ വീഡിയോയുടെ അവസാനം കുറച്ച് ശൈലികളും അതിൻ്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. 91. ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ സി. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. 92. ശരിയല്ലാത്ത രൂപമേത്? ആൻസർ ഓപ്ഷൻ ഡി, ജാള്യത. 93. മകൾ എന്നർത്ഥമുള്ള പദമേത്? ആൻസർ ഓപ്ഷൻ സി, തനയ. 94. രവം വിപരീത പദം എഴുതുക. ആൻസർ ഓപ്ഷൻ എ, നീരവം. 95. അന്ത അധികം ചിത്രം ചേർത്തെഴുതുമ്പോൾ? ആൻസർ ഓപ്ഷൻ ബി, അന്തചിത്രം. 96. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദമേത്? ആൻസർ ഓപ്ഷൻ ഡി, ജിജ്ഞാസു. 97. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി, കിങ്കരി. 98. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ആൻസർ ഓപ്ഷൻ എ, മിടുക്കർ. അപ്പോൾ ഈ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അലിംഗ ബഹുവചനത്തിന് സാമാന്യ ലിംഗ ബഹുവചനം എന്നും കൂടി പേരുണ്ട്. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം. എന്താണ്? പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം. ഇതിന് ഉഭയലിംഗ ബഹുവചനം എന്നും പേരുണ്ട്. അർ, മാർ, കൾ തുടങ്ങിയവയാണ് പ്രത്യയങ്ങൾ. എന്താണ് അലിംഗ ബഹുവചനത്തിൻ്റെ പ്രത്യയങ്ങൾ? അർ, മാർ, കൾ. അർ, മാർ, കൾ തുടങ്ങിയവയാണ് അലിംഗ ബഹുവചനത്തിൻ്റെ പ്രത്യയങ്ങൾ. സമർത്ഥർ, പിന്നെ കുട്ടികൾ, മൃഗങ്ങൾ, അധ്യാപകർ, നർത്തകർ. അപ്പോൾ ഇതൊക്കെ അലിംഗ ബഹുവചനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ 99. വാക്മയം പിരിച്ചെഴുതുമ്പോൾ? ആൻസർ ഓപ്ഷൻ ബി, വാക് അധികം മയം. 100. നിസ്സഹായരെ ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല്? ആൻസർ ഓപ്ഷൻ ഡി, കുരുടന്മാരോട് അരുത്. പിന്നെ നമുക്ക് കുറച്ച് ശൈലികളും അതിൻ്റെ അർത്ഥവും നോക്കാം. അക്കപ്പോര് വിളിക്കുക, ഉപദ്രവമുണ്ടാക്കുക. അങ്കുലി പരിമിതം, വളരെ കുറച്ച്. അജഗജാന്തരം, വലിയ വ്യത്യാസം. അലകും പിടിയും മാറ്റുക, പൂർണ്ണമായും അഴിച്ചു പണിയുക. അറ്റ കൈക്ക് ഉപ്പു തേക്കാത്തവൻ, മനസ്സിൽ അല്പം പോലും ദയയില്ലാത്തവൻ. ആവാത മധുരം, തുടക്കം മുതൽ മധുരിക്കുന്നത്. ഉപ്പ് കൂട്ടി തിന്നുക, നന്ദി കാണിക്കുക. ഉണ്ട ചോറിൽ കല്ലിടുക, നന്ദികേട് കാണിക്കുക. എരുതിയിൽ എണ്ണയൊഴിക്കുക, കൂടുതൽ കുഴപ്പമുണ്ടാക്കുക. ഏഴാം കൂലി, നിസ്സാരൻ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പ്, അകലെ കൂട്ടി കാണുക. ഓണം കേറാമൂല, കുഗ്രാമം. കതിരിൽ വളം വയ്ക്കുക, ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിക്കുക. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുതലെടുക്കുക. കച്ചകെട്ടുക, ഒരുങ്ങിയിറങ്ങുക. കുടത്തിലെ വിളക്ക്, പുറമേ കാണാത്ത യോഗ്യത. കുടത്തിലെ വിളക്കെന്ന് പറഞ്ഞാൽ പുറമേ കാണാത്ത യോഗ്യത. കുളം കോരുക, പൂർണ്ണമായി നശിപ്പിക്കുക. കൈ നനയാതെ മീൻ പിടിക്കുക, അധ്വാനിക്കാതെ കാര്യം നേടുക. കാറ്റുള്ളപ്പോൾ തൂറ്റുക, അവസരം നോക്കി പ്രവർത്തിക്കുക. ചെണ്ട കൊട്ടിക്കുക, പരിഹസിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക. ദീപാവളി കുളിക്കുക, പാഴ്ചെലവ് ചെയ്ത് നശിക്കുക. നെല്ലിപ്പലക കാണുക,
അവസാനം കാണുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. പമ്പ കടക്കുക, കടന്നു കളയുക. 11-ാം മണിക്കൂർ, അവസാന നിമിഷം. 11-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാന നിമിഷം. പുലിവാല് പിടിക്കുക, അപകടത്തിലാകുക. ഭാഗീരഥ പ്രയത്നം, കഠിനമായ പരിശ്രമം. അപ്പോൾ ഭാഗീരഥ പ്രയത്നം എന്ന് വെച്ചാൽ കഠിനമായ പരിശ്രമം എന്നാണ് ശൈലിയുടെ അർത്ഥം. ഭരതവാക്യം ചൊല്ലുക, അവസാനിക്കുക. മുതലക്കണ്ണീർ, കള്ളക്കണ്ണീർ. വനരോദനം, ആരും കേൾക്കാത്ത കരച്ചിൽ. വെള്ളരിക്കാപ്പട്ടണം, നീതിയും നെറിയും കെട്ട സ്ഥലം. അപ്പം നീതിയും നെറിയും കെട്ട സ്ഥലം വെള്ളരിക്കാപ്പട്ടണം. ശിങ്കിടി പാടുക, ഏറ്റുപാടി നടക്കുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി ചെയ്ത് തീർക്കുക. സിംഹാവലോകനം, ആകപ്പാടെ ഉള്ളൊരു നോട്ടം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ശൈലികളൊക്കെ നല്ലപോലെ പഠിച്ചു വെക്കുക.